മറ്റു വാർത്തയിലേക്ക് പോകണമെന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വീണ്ടും ഈ കേസ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കേസിലെ അന്വേഷണ പുരോഗതി SIT ഡിവിഷൻ ബെഞ്ചിനെ നേരിട്ട് അറിയിക്കും. വിവിധ ശാസ്ത്രീയ പരിശോധനകൾക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിച്ച് അയച്ചെന്ന് SIT വിശദീകരിക്കും. കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടികളെ സംബന്ധിച്ചും പ്രത്യേക അന്വേഷണ സംഘത്തലവനായ SP S ശശിധരൻ ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ V രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയേക്കും. കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചതും കോടതി അറിയിക്കും. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കട്ടളപ്പാളി കേസിലാണ് 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയിട്ടുള്ളത്. KP ശങ്കർദാസിന്റെ 2 ജാമ്യ ഹർജികൾ 23-നും പരിഗണിക്കും. ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയാണ് ശങ്കർദാസ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പല തലങ്ങളിൽ ജാമ്യങ്ങൾ ലഭിച്ച ആളുകൾ കൂടിയുണ്ട്. സ്വാഭാവിക ജാമ്യം ലഭിച്ചവരായി പ്രതികളുണ്ട്. അതേ ആനുകൂല്യം കോടതിയിൽ അതേ ആനുകൂല്യം ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പത്മകുമാറും ഉള്ളത്. പത്മകുമാർ 90 ദിവസമായി ജയിലിലാണ്. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹം ജയിലിൽ കഴിയുന്നത് നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരിക്കുന്നതും ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്നതും മറ്റും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പത്മകുമാറിൻ്റെ അറസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചർച്ചകൾക്ക് അടിസ്ഥാനമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പോൾ പത്മകുമാർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. അപ്പോഴും വിചാരണകൾ തുടരും, നടപടികൾ തുടരും. പ്രതികൾ ജാമ്യത്തിൽ പോയാലും പ്രശ്നമില്ല എന്ന് കോടതി പറയുന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം വിചാരണകൾ, നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള നിയമപരമായ വഴികളിലൂടെ പ്രതികൾക്ക് പോകേണ്ടി വരും. സ്വാഭാവികമാണ് അത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ്. 23-നാണ് ശങ്കർദാസിൻ്റെ അടക്കം KP ശങ്കർദാസിൻ്റെ അടക്കം ജാമ്യ ഹർജി പരിഗണിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പത്മകുമാർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ പത്മകുമാറിൻ്റെ അഭിഭാഷകൻ നടത്തിയിരുന്നു. ഒരു പക്ഷേ ജാമ്യം ലഭിച്ചാൽ അതും ഈ പറഞ്ഞതുപോലെ വിമർശന വിധേയമാകും. തുടർച്ചയായി ഈ പ്രതികൾ ജാമ്യം ലഭിക്കുന്നു. അത് SITയുടെ വീഴ്ചയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അറസ്റ്റുകളോ മറ്റു നീക്കങ്ങളോ ഒന്നും SITയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ല എന്ന വിമർശനം കൂടി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, പത്മകുമാറിനും ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സ്വാഭാവിക ജാമ്യമാണ് തേടുന്നത്. നേരത്തെ നമുക്കറിയാം, നിയമപരമായ ആനുകൂല്യം തേടിയ നിരവധി പ്രതികളുണ്ട്. ആ വഴിയിലേക്ക് തന്നെ പത്മകുമാറും എത്തുമെന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മുരാരി ബാബുവിൽ തുടങ്ങി ഇങ്ങോട്ട് ഈ കേസിലെ പ്രതികളെല്ലാം ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പത്മകുമാറിനും ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. കാരണം 90 ദിവസം അദ്ദേഹത്തിൻ്റെ റിമാൻഡ് കാലാവധി പൂർത്തിയാവുകയാണ്. മാത്രമല്ല, ഇതുവരെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. ഭാഗികമായ കുറ്റപത്രം പോലും SIT സമർപ്പിക്കാത്തതിൽ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികൾക്കൊന്നൊന്നായി ജാമ്യം ലഭിക്കുകയും അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ്. പത്മകുമാറിൻ്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അങ്ങനെ ഈ കേസിലെ ഈ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നു. പത്മകുമാറിൻ്റെ കാര്യത്തിൽ നേരത്തെ റിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും പാർട്ടി നടപടി ഉണ്ടായില്ല എന്ന തരത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ അതിലും രാഷ്ട്രീയ ആരോപണം ശക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന നേതാക്കളെ പുറത്തിറങ്ങാൻ സർക്കാർ സഹായിക്കുന്നു. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും നിയന്ത്രണമുണ്ട് എന്ന ആരോപണമാണ് നേരത്തെ തന്നെ ഉള്ളത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സമയങ്ങളിൽ വന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങൾ അത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം
ഈ അന്വേഷണം തൃപ്തികരമാണ്, SITയുടെ അന്വേഷണത്തിൽ വീഴ്ചയില്ല എന്ന തരത്തിലായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതിയുടെ പരാമർശം. അതുകൊണ്ട് തന്നെ അതൊരു പിടിവള്ളിയാക്കി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഇതിലെ രാസപരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ചെമ്പുപാളികൾ അത് ആദ്യത്തെ പണ്ട് മുതലുള്ള ചെമ്പുപാളികളാണോ, സ്വർണം പതിച്ചത് 98-ൽ വിജയ് മല്യ പതിക്കുമ്പോഴുള്ള പാളികളാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്വർണം കവർന്നു എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ പാളിയടക്കമാണോ സ്വർണ്ണ കവർച്ച നടന്നത് എന്നത് VSSCയിലെ പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പക്ഷേ 2 പരിശോധനകൾ കഴിയുമ്പോഴും അതിലൊരു കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ SIT സംഘം. തീർച്ചയായും വിനീഷ് കൂടിയുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, സ്വാഭാവിക ജാമ്യം എന്നുള്ള ആനുകൂല്യം തേടാനുള്ള ശ്രമമാണ്. നമുക്കറിയാം, ഇന്നലെ തന്ത്രി പുറത്തു വന്നിരുന്നു. തന്ത്രിക്ക് ലഭിച്ചത് 41 ദിവസമായപ്പോഴേക്ക് തന്ത്രി പുറത്തു വരുന്നത് തന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്ന കോടതിയുടെ നിലപാടിൻ്റെ അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ കണ്ടെത്തലിൻ്റെയൊക്കെ പുറത്താണ്. ഇപ്പോൾ അതല്ല, പത്മകുമാറിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് വ്യക്തമായ ധാരണ കോടതിക്കുണ്ട്. പക്ഷേ 90 ദിവസത്തെ ആനുകൂല്യമാണ് പത്മകുമാർ പ്രതീക്ഷിക്കേണ്ടത്. എന്തായിരുന്നു പത്മകുമാറിൻ്റെ അഭിഭാഷകന്റെ വാദം? തീർച്ചയായും കഴിഞ്ഞ നവംബർ 20-നാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ അറസ്റ്റിലാകുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പ കേസിലും SIT അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം ലഭിക്കാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. അതേസമയം ഈ കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ കേസിൽ മോചിതനാകാൻ കഴിയില്ല. അതുപോലെ തന്നെ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. മുഖ്യപ്രതിയായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും അടക്കമുള്ളവരെ നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 41-ാം ദിനം തന്ത്രിക്കും കോടതി ജാമ്യം നൽകി പുറത്തിറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസും ജാമ്യാപേക്ഷയുമായി കോടതി സമീപിച്ചിട്ടുണ്ട്. രഞ്ജിത്തെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അത് ഈ വരുന്ന 23-നാകും കോടതി പരിഗണിക്കുക. എന്തായാലും ഇന്ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ 2 കേസാണുള്ളത്. ഒരു കേസിൽ 90 ദിവസം പൂർത്തിയായതോടുകൂടി സ്വാഭാവിക ജാമ്യത്തിനായിട്ട് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ 90 ദിവസം പൂർത്തിയാകാൻ ഇനിയും സമയം വേണ്ടിവരും എന്നുള്ളതാണ് ലഭിച്ചത്. തീർച്ചയായും. ഏതായാലും തന്ത്രി ഇന്നലെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. തന്ത്രിക്ക് പങ്കാളിത്തമില്ല എന്ന കോടതിയുടെ നിരീക്ഷണം SITക്ക് തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ പത്മകുമാറും ജാമ്യത്തിനായി ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട്. പത്മകുമാറിൻ്റെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് തീരുമാനം എടുത്തേക്കും. ഇത്തരത്തിലാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ.